ഞങ്ങൾ 3 പേരും ഒട്ടും തന്നെ വൈകിട്ടില്ല. കെ.സി. വേണുഗോപാലും വി ഡി സതീശനും ഞാനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഞങ്ങൾ എല്ലാവരോടും എല്ലാ പ്രവർത്തകരോടും നേതാക്കളോടും ആവശ്യപ്പെട്ടത് ഈ കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചതിന് ശേഷം എല്ലാ ഫ്ലെക്സുകൾ മാറ്റാനും എല്ലാ കാര്യം അവസാനിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രവർത്തകർ നമ്മുടെ വിജയത്തിന്റെ ഒരു മഹിമ കളയാതെ എല്ലാവരും അത് എടുത്തു മാറ്റണമെന്നാണ് തീരുമാനം. ചർച്ചകളിൽ തൃപ്തനാണോ? കോൺഗ്രസ് പ്രസിഡന്റ് മറ്റു കാര്യങ്ങൾ രണ്ട് നേതാക്കൾ ഇപ്പോൾ അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. രണ്ടുപേരും ചർച്ചകളിൽ തൃപ്തരാണ്. വി ഡി സതീശൻ ഒന്നുകൂടി സന്തോഷവാനായി ഈ ദൃശ്യങ്ങളിൽ കാണുന്നു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ടുണ്ട്. തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കാം. കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാം ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ഇത് സാധാരണമാണ്. അവർ അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ വേഗത്തിൽ കാര്യങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ, ഒരല്പം പോലും വൈകലില്ലാതെ, കാലതാമസം കൂടാതെ പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടാകും എന്ന സൂചന നൽകുന്നു വി ഡി സതീശൻ. രമേശ് ചെന്നിത്തലയും നടന്ന ചർച്ചകളെക്കുറിച്ച് പറഞ്ഞു. കെ.സി. വേണുഗോപാലിന് ഒറ്റയ്ക്കുള്ള പ്രതികരണം ലഭിച്ചിട്ടില്ല. ഇതെന്തിൻ്റെങ്കിലും സൂചനയാണോ എന്ന് നമുക്കറിയില്ല. ശരീരഭാഷയിൽ നിന്ന് വായിച്ചെടുക്കാൻ ആണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ വി ഡി സതീശൻ കുറെ കൂടി സംതൃപ്തനും സന്തോഷവാനുമായി വി ഡി സതീശന്റെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഹൈക്കമാൻഡിന്റെ തീരുമാനം വരാനിരിക്കുന്നു. അതിലൂടെ മാത്രമേ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി ആരാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയൂ. അതിന് ഹൈക്കമാൻഡ് മാനദണ്ഡമാക്കി എടുത്തിട്ടുള്ളത് എന്തെല്ലാമാണ്, സമവായത്തിന് വഴികൾ കണ്ടെത്തിയപ്പോൾ എന്തൊക്കെ നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചു, നേതാക്കൾ ഏതിനോടൊക്കെ യോജിച്ചു തുടങ്ങിയ ഒരുപാട് വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഉദ്വേഗം നിറഞ്ഞ, ആകാംക്ഷ നിറഞ്ഞ, അഭ്യൂഹങ്ങൾ പരന്ന 3 മണിക്കൂറായിരുന്നു ഈ കടന്നുപോയത്. ഒരു ഭാഗത്ത് ഡൽഹിയിൽ ചർച്ച നടക്കുമ്പോൾ അവിടെ നാട്ടിൽ തെരുവുകളിൽ പ്രകടനം നടത്തിയും ശയനപ്രദർശനം നടത്തിയും അവരവരുടെ നേതാക്കൾക്ക് വേണ്ടി അണിനിരന്ന കാഴ്ചയും നമ്മൾ കണ്ടു. കേരളത്തിൽ മറ്റൊരു സംഭവമായി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത് രേഖപ്പെടുത്താൻ പോകുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടി 3 നേതാക്കൾ ഒരുമിച്ച് അവകാശവാദം ഉന്നയിച്ച മറ്റൊരു സംഭവമായി കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലും ഇത് രേഖപ്പെടുത്തപ്പെടും. നമുക്കിനി ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ പരിശോധിക്കാം. നമ്മളോടൊപ്പം ചേരുന്നു ബൽറാം നെടുങ്ങാടി, അതോടൊപ്പം തന്നെ വിനീത വി ജി. ഇരുവരും ഈ കോൺഗ്രസിലെ ഈ പുതിയ നീക്കങ്ങൾ, മുഖ്യമന്ത്രി ആരാകണമെന്നത് സംബന്ധിച്ചുള്ള നിർണായക ചർച്ചകൾ, അതിനകത്തുള്ള സാധ്യതകൾ, അഭ്യൂഹങ്ങൾ തുടങ്ങി പല പല കാര്യങ്ങൾ ഈ മണിക്കൂറുകളിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അവരുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എന്താണെന്ന് പരിശോധിക്കാം. ബൽറാം, 2 നേതാക്കൾ നേരിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും. 4 നേതാക്കൾ ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ടു ദീപാദാസ് മുൻഷിക്കൊപ്പം. അതിൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഉണ്ടായിരുന്നു. അവരുടെ ശരീരഭാഷകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം ശരിയാകുമെന്നറിയില്ല. വി ഡി സതീശൻ ഈ അവസാന സമയത്ത് അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹം കുറെ കൂടി സന്തോഷവാനായി കാണപ്പെട്ടു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും ഒട്ടും തന്നെ വൈകാതെ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. നറുക്ക് വി ഡി സതീശന് വീണു എന്ന് കരുതാവുന്ന എന്തെങ്കിലും സൂചനകൾ വരുന്നുണ്ടോ? അതല്ല കെ.സി. വേണുഗോപാലോ RCയോ എന്തെങ്കിലും സൂചനകൾ ഡൽഹിയിൽ നിന്ന് നൽകാൻ കഴിയുമോ? ബൽറാം, ഈ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു, തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇന്ന് മാധ്യമങ്ങളെ കണ്ട AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും തീരുമാനമായിട്ടില്ല ഈ ഒരു ചർച്ചയിൽ എന്നും, തുടർന്ന് ഒരു അന്തിമ തീരുമാനം AICC നേതൃത്വം, AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്നായിരിക്കും തീരുമാനമെടുക്കുക എന്നുമാണ് വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ശരീരഭാഷയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ GK സൂചിപ്പിച്ച പോലെ തന്നെ വി ഡി സതീശന്റെ മുഖം അത് പ്രസന്നമായിരുന്നു മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ യോഗം പൂർത്തിയായി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ മുറ്റത്ത് ഏതാണ്ട് അല്പസമയം പരസ്പരം ചർച്ച നടത്തിയ ശേഷമാണ് നേതാക്കൾ മാധ്യമങ്ങളെ കാണാൻ ഗേറ്റിന് സമീപത്തേക്ക് എത്തിയത്. ഗേറ്റിന് സമീപത്തേക്ക് എത്തുമ്പോൾ കൃത്യമായി നമ്മളും ശ്രദ്ധിച്ചിരുന്നത് അവരുടെ ശരീരഭാഷ തന്നെയായിരുന്നു. ചർച്ചകൾ അത്രത്തോളം കലുഷിതമായ, തങ്ങളുടെ അവകാശവാദങ്ങളോടൊപ്പം മറ്റ് നേതാക്കളുടെ അവകാശവാദങ്ങളും ഖണ്ഡിക്കുന്ന വാദങ്ങളും ഉന്നയിക്കപ്പെട്ട ഒരു ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും നേതാക്കളുടെ ശരീരഭാഷ എന്നുള്ളത് ഏറെ കൗതുകകരമായിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരന്നു നിൽക്കുന്ന ഘട്ടത്തിൽ ഈ 4 നേതാക്കളുടെയും മുഖത്ത് പ്രസന്നമായിരുന്നു മുഖം, ചിരിക്കുന്നതായിരുന്നു. ആദ്യഘട്ടത്തിൽ വി ഡി സതീശന്റെ മുഖം തന്നെയായിരുന്നു ചിരിക്കുന്ന തരത്തിൽ സന്തോഷവാനായിരുന്നു അദ്ദേഹം. മറ്റ് നേതാക്കൾ മ്ലാനരാണോ എന്ന് ഒരു സന്ദേഹം ജനിപ്പിച്ച് എന്ന
ഘട്ടത്തിലായിരുന്നു. എന്നാൽ എല്ലാവരും തന്നെ പിന്നീട് മാധ്യമങ്ങളോട് കാണുന്ന ഘട്ടത്തിൽ ചിരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ആ ഒരു ശരീരഭാഷയിൽ പോലും മാധ്യമങ്ങൾക്ക് പിടിതരാത്ത തരത്തിലുള്ള പെരുമാറ്റമാണ് ഈ 4 നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇന്നും ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ എല്ലാവരും തന്നെ സന്തുഷ്ടരാണ് എന്ന തരത്തിൽ തന്നെയായിരുന്നു പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ശരീരഭാഷയിൽ നിന്ന് മാത്രം ഇന്നത്തെ ചർച്ചയുടെ ഒരു തീരുമാനം മനസ്സിലായി ബൽറാം. ഏതായാലും ശരീരഭാഷ എന്നത് നമുക്ക് ചില വിവരങ്ങൾ കിട്ടുന്നതിന് നമ്മൾ ആശ്രയിക്കുന്ന ഒരു ടൂൾ എന്ന നിലയിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ശരിയാണ് ബൽറാം പറഞ്ഞതുപോലെ തന്നെ വളരെ സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ആണ്, വളരെ മുതിർന്ന നേതാക്കളാണ്. അവർ മനസ്സിൽ എന്താണെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാതെ കാണിക്കാൻ ഒക്കെ അവർക്ക് കഴിയും, നമുക്കറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.